ഹലോ മക്കളെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് 3 മാർക്ക് നേടിയാലോ? അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഷോർട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സും ആ ഡയഗ്രവും ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ നോക്കിക്കേ, ഇതാണ് ഡയഗ്രം അല്ലേ. അപ്പൊ മുകളിലായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? നെർവ് കോഡ് വരുന്നുണ്ട് അല്ലേടാ. അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് വരുന്നത്? നോട്ടോ കോഡ് വരുന്നത്. അപ്പൊ പലപ്പോഴും കുട്ടികൾ നെർവ് കോഡും നോട്ടോ കോഡും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറ്റി എഴുതുന്നത്, തെറ്റായിട്ട് എഴുതുന്നത് കാണാറുണ്ട്. സോ തെറ്റിക്കരുത്. മുകളിൽ നെർവ് കോഡ് ആണെങ്കിൽ തൊട്ട് താഴെയായിട്ടാണ് എന്ത് വരുന്നത്? നോട്ടോ കോഡ് വരുന്നത് അല്ലേ. ആൻഡ് ഇതെന്താണെടാ? ഇതാണ് ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, ഇത് ഗിൽ സ്ലിറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്? എൻഡിലായിട്ട് പോസ്റ്റ് ഏനൽ പാർട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ഈ ലേബൽ ചെയ്ത ആ ഒരു പാർട്സ് തന്നെയാണ് നമുക്ക് എഴുതാനുള്ളത്. എന്തൊക്കെയാണ് വരുന്നത്? പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, പെയർഡ് ഫെറിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സും അതുപോലെ തന്നെ ഒരു ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പോസ്റ്റ് ഏനൽ ടെയിലും. സോ ലേബൽ ചെയ്യുന്ന പോയിന്റ്സ് കൃത്യമാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു യൂണിക് ഫീച്ചേഴ്സ് ഓഫ് കോഡേറ്റി ആയിട്ട് എഴുതാനുള്ളത്. പഠിച്ചു വെച്ചോളാം. ഇതൊരു 3 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്.